അപ്പൊ ഈശോ ഒരു ഡെഫിനിഷൻ കൊടുക്കുക, ആരാ എൻ്റെ അമ്മയും സഹോദരരും? ആരാ? ദൈവവചനം കേൾക്കണം, കേട്ടാൽ മാത്രം പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പൊ ഒരു കോംപ്ലിമെന്റും കൂടി കൊടുക്കുക. എൻ്റെ അമ്മയും സഹോദരരും വന്നിട്ടുണ്ട്, അവരാരാ? എൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവര്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെൽക്കം. അപ്പോൾ ഈശോയുടെ ആറ്റിറ്റ്യൂഡ്, അപ്പോൾ ഈശോയുടെ ലോജിക്ക് നമുക്ക് പിടികിട്ടും. ഇത് നമ്മൾ പള്ളിയിൽ ഒരു പ്രാവശ്യം കേട്ടു, അല്ലെങ്കിൽ നമ്മളൊരു പ്രാവശ്യം വായിച്ചു, എനിക്ക് മനസ്സിലായി ഈശോയുടെ, അങ്ങനെ പറഞ്ഞാൽ ഈ ലോജിക്ക് നമ്മുടെ ലോജിക്കായി മാറുമോ? എത്രയോ പേരുടെ ലോജിക്ക് നമ്മൾ കേൾക്കുന്നതാ. ഈശോയുടെ ലോജിക്ക് നമ്മുടെ ലോജിക്കായി മാറണമെങ്കിൽ ഈ വചനം ശ്രവിക്കണം, ധ്യാനിക്കണം, പാലിക്കണം. അങ്ങനെ ഓരോ വചനവും നമ്മൾ കേട്ട് ശ്രവിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്ന് അത് മെഡിറ്റേറ്റ് ചെയ്ത് കോൺടെംപ്ലേറ്റ് ചെയ്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് നമ്മുടെ ലോജിക്കായിട്ട് മാറും.